യഹോവകളെ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാര്യം സഹോദരങ്ങളെ, ഓരോന്ന് കാണുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ഞാൻ നിങ്ങൾ വിശ്വാസികൾ പറയണം, എനിക്ക് ഉത്തരം തരണം. ഈ കുരിശടികൾ നെടുക സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഇത്? ശരി, ഞാൻ പറഞ്ഞുതരാം. അതിന് ഉത്തരം ഞാൻ തന്നെ തരാം. പണ്ട് കാലത്ത് വണ്ടിയും വെള്ളമൊന്നുമില്ല. അന്ന് ആൾക്കാരെ കൃഷിസാധനങ്ങൾ തലയിൽ ചുവന്നുകൊണ്ടാണ് ചന്തയിലും അവിടെ ഇവിടെയും കൊണ്ട് വിറ്റുകൊണ്ടിരുന്നത്. ഇവർ ചുവന്നു കൊണ്ടുപോകുമ്പോൾ തലപ്പള്ളി കഴിക്കുമ്പോൾ ആ ചുമട് താത്ത് വെക്കാനൊരു ചുമട് താങ്ങി ഇടയ്ക്കിടയ്ക്ക് വഴികളുണ്ടാക്കിയിട്ടുണ്ട്. നമ്മളല്ല, പണ്ടത്തെ കാലത്തെ മനുഷ്യർ. അത് നിങ്ങൾക്ക് ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്നിരിക്കില്ല. പക്ഷേ എങ്കിൽ ചുമട് താങ്ങി ഉണ്ടായിരുന്നു അവിടെ. അത് ഇവർ ഈ തല ചുമട് അവിടെ വെച്ചിട്ട് ക്ഷീണം മാറുമ്പോൾ അതെടുത്തോണ്ട് പോകാറ് എന്ന് പറഞ്ഞ പോലെ നെടുകെ ഓട്ടോസഭ കുരിശടി സ്ഥാപിക്കുന്നു. നല്ല കാര്യം. വിശ്വാസികളുടെ മനസ്സിൻ്റെ പ്രയാസവും എല്ലാം അവിടെ നിന്ന് പള്ളിയിലോട്ട് കയറേണ്ട വഴി പോകുന്ന വഴി തന്നെ അങ്ങ് സഹായിച്ചു പോകാം. ഇപ്പം ഞാൻ വേറെ പറയില്ല. അപ്പോൾ അവിടെ പ്രാർത്ഥിച്ച് അവരുടെ മനപ്രയാസം അവിടെ കുരിശിൻ്റെ ചുവട്ടിൽ അപ്പോൾ ആ കുരിശിൻ്റെ ചുവട്ടിൽ അവരുടെ മനപ്രയാസം പറഞ്ഞു തീർത്ത ദൈവത്തോട് കുരിശിൻ്റെ ചോട്ടെന്ന് പറഞ്ഞാൽ ദൈവം ക്രൂശിലാണ് മരിച്ചത്. ആ ക്രൂശിൻ്റെ ചോട്ടിൽ അവർ പ്രാർത്ഥിച്ചിട്ട് സമാധാനത്തിന് പോയപ്പോലെ എന്തിനാ പിച്ചച്ചട്ടി ബാക്കി ഞാൻ പറയാം, നീയൊക്കെ വച്ചേക്കുന്നത്. ഓട്ടോസഭ മഹാസഭയാണ്. ഇപ്പോൾ പറയും ദേവലോകത്തെ കുണം പിടിക്കാത്ത അവനെ ഇരിക്കുന്ന കൊലപാതക കേസിലെ പ്രതി ഇരിക്കുന്ന തോമാശ്രീയാണ് സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നത്. തോമാശ്രീയാണോ ഓർത്തോസഭ സ്ഥാപിച്ചത്? ഏതെങ്കിലും ഈ ബിജു ഉമ്മെന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് തന്നെ പറയട്ടെ. അല്ല, കാതോലിക്കയ്ക്ക് പറയാനൊക്കത്തില്ല. കാതോലിക്ക കൊലപാതക കേസിൽ 1-ാം പ്രതിയാ. പിന്നെ ഇങ്ങനെ കുണം പിടിക്കും. ഞാൻ പറഞ്ഞ മക്കളെ, ഇന്നത്തെ സഭയും സമ്പ്രദായങ്ങളും ഇന്ന് ക്രിസ്ത്യ സഭയിൽ കൂണും മുട്ടി കുളിക്കുന്ന പോലാണ് സഭകളുണ്ടാകുന്നത്. സഭകൾ എന്ന് പറഞ്ഞാൽ ഓരോ വകഭേദങ്ങൾ, ഓരോരുത്തരും അങ്ങ് പ്രവാചകന്മാരാകുകയാണ്. കൊല്ലടയിലൊരു ഒരു യോഗമുണ്ട്. അവിടെ ഞാൻ വിളിച്ചു ചോദിച്ചാൽ ഞാൻ ചോദിച്ചു, അതായത് ശബത്ത് മിഷൻ, അവർ സമന്ത്ര എന്താണെന്ന് എനിക്ക് തോന്നുന്നു അവരെ പറയുന്നത് ശബത്ത് മിഷൻ്റെയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ മാവരിക്കൽ ഉണ്ടെന്ന് നിങ്ങളുടെ മെയിൻ ഇല്ല, ഞങ്ങൾ സെപ്പറേറ്റ് ആൾ. ആരാ ഇതിൻ്റെ ആൾ? എൻ്റെ ഭർത്താവാണ് ഇതിൻ്റെ നാഥൻ, പിന്നെ ഞാനാണ് പ്രവാചക. പിന്നെ പോരായോ, രാത്രികാലങ്ങളിലാണ് ഞങ്ങളുടെ സുവിശേഷ യോഗം നടക്കുന്നത്. മതിമക്കളെ മതി, ഇതൊക്കെയാണ് നടക്കുന്നത്. സഭകൾ ഇന്ന് വേർക്കാതെയും അധ്വാനിക്കാതെയും കള്ളം പറഞ്ഞ് ജീവിക്കാനായിട്ട് ബൈബിളിൻ്റെ മറയെടുത്തിരിക്കുകയാണ് ഇന്നെല്ലാവരും. ഓർത്തോസഭ അതിൻ്റെ പ്രധാന ആൾ. ഞാൻ പറയട്ടെ, കാതോലിക്ക ഈ കടുത്ത സഭ ദിവസങ്ങളിൽ പറഞ്ഞു, യുവജന പ്രസ്ഥാനം, ഓർത്തോസഭയിലെ യുവജന പ്രസ്ഥാനം ആരെന്തിനു വന്നാലും എൻ്റെ അടുത്തോട് ചോദിക്കുന്ന ഉത്തരത്തിൽ പറഞ്ഞിട്ട് എന്നോട്
അടുത്ത് വരാവും. യുവജന പ്രസ്ഥാനം വേണം, അതിൻ്റെ മുന്നിൽ അവരുണ്ട്. ശരി, യൂലിയോസാണ് അതിൻ്റെ നേതാവ്. യൂലിയോസ് ആരാ? കള്ളനായ യൂലിയോസ്. കൊലപാതക കേസിന് 2ാം പ്രതിയാ. അതുപോട്ടെ, കൊലപാതക കേസ് വിട്ടരെ. ഇവൻ ഗൾഫിലൊരു പ്രാവശ്യം ഒരു വിശേഷ ദിവസത്തിന് കുർബാനയ്ക്ക് അവനെ ക്ഷണിച്ചു. അവൻ അവിടെ ചെന്നവൻ എനിക്ക് പറഞ്ഞുതരാം മക്കളെ. ഹവ്വായെടുത്ത് സാത്താൻ ചെന്ന പോലെ ഇവൻ്റെ അടുത്ത് 2 ഫാമിലി ഇവൻ താമസിക്കുന്നിടത്ത് ചെന്നു. ഹോട്ടലിലായിരിക്കും. ചെന്നിട്ട് പറഞ്ഞു, ചെറുപ്പേരി നമുക്ക് നാളെ ബോട്ടിങ്ങിന് പോവാം. ഫാമിലിയാ. എന്താപ്പാ? ഉടനെ പുള്ളി ആ കുർബാന ചൊല്ലിൻ്റെ അടുത്ത് പള്ളിയെ ഈ ആൾക്കാരെ വിളിച്ച് പറഞ്ഞു, എനിക്ക് സുഖമില്ലതാണ്, കുർബാന ചൊല്ലാനൊക്കത്തില്ല. ആ തന്തയ്ക്ക് ഉറവാത്തവൻ പിറ്റേ ദിവസം ആ ഫാമിലിയുടെ ബോട്ടിങ്ങിന് പോയി. അവനാണ് ഇന്ന് യുവജന പ്രസ്ഥാനത്തിനെ നയിച്ച് കള്ളിന് കഞ്ചാവിനും എതിരായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. അവൻ്റെ സഹോദരൻ എന്ത് യൂലിയോസുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ചോദിക്കാമോ? വേണ്ട, ഞാൻ കൂടുതൽ പറയുന്നില്ല മക്കളെ. ഇന്ന് നാടകമാണ്, എല്ലാം നാടകമാണ്. ഞാൻ എന്തോ എഴുതിയതിന് സഭയുടെ കാര്യമാണെന്ന് തോന്നുന്നു, ഏതോ എഴുതിയതിന് എന്നെ അറിയുന്ന ഒരുത്തരാണ്. ഞാൻ അവനോട് ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എനിക്ക് എഴുതിയത്, ചെറുപ്രായത്തിൽ, അതായത് ആവുന്ന കാലത്തെ കള്ളു കുടിച്ച് കറങ്ങി അടിച്ച് ഇപ്പം സുബോധമില്ലെങ്കിൽ ചങ്ങലക്കിരണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതാ കുഞ്ഞേ, ഞാൻ നിങ്ങൾ ഓപ്പണായിട്ട് പറയാമല്ലോ, എനിക്ക് 79 വയസ്സുണ്ട്. ഇന്ന് ഞാൻ ജോലി ജീവിക്കുന്നു. ഇന്നും ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾക്കാർക്കും അറിയത്തില്ല. അവനോട് ഞാൻ പറഞ്ഞു, എൻ്റെ മുന്നേ ഇന്നും കുപ്പി പൊട്ടിച്ച് വെച്ചാൽ അവനിരിക്കത്തില്ല എൻ്റെ മുന്നിൽ. പറഞ്ഞുതരാം, നിങ്ങളാരും എന്നെ അറിയിച്ചില്ല. ഞാൻ ഭ്രാന്തരായിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? ലോകവും നമ്മുടെ സഭയും രാഷ്ട്രീയവും കണ്ട് മടുത്തേച്ച്. എനിക്കെന്തിനാ? ഞാൻ എന്നും കാണുന്നത് ഈ കൊള്ളകാര്യം മാത്രം. എന്തിന് ഞാൻ പറഞ്ഞില്ല, ഇപ്പം പ്രശ്നങ്ങൾ ഡൽഹി നടക്കുന്നു. ഞാൻ ചോദിക്കും, എനിക്കെന്താ കാര്യം? ഒരു കാര്യം, ഇന്ത്യയിൽ, അതായത് ഇന്ത്യ ഒഴിച്ച് ഞാൻ പറഞ്ഞത്, ഞാൻ ഗൾഫ് രാജ്യത്തും റഷ്യയിലും ഫ്രാൻസിലും കാസബ്ലാങ്കയിലും മൊറോക്കോയിലും എല്ലാം പോയി കണ്ടിട്ടുള്ള. ഞാൻ ദോഹ ജോലി ചെയ്യുമ്പോൾ അവിടെ ബ്രിട്ടീഷ് സ്കൂളുണ്ട് മക്കളെ. അവരെ പിള്ളേരെ സ്കൂൾ പഠിപ്പിക്കുന്നത് അവർ ഒരു കോമൺ സബ്ജക്റ്റ് പഠിപ്പിച്ച് അത് കഴിച്ച് അവർക്ക് ഇൻട്രസ്റ്റുള്ള വിഷയം കൂടുതൽ അവരെ പ്രോത്സാഹിപ്പിക്കും. ഇവിടെ ഇപ്പോൾ ഒരു കോപ്പം പറയുക, ഹിന്ദു രാമായണം സ്കൂളിൽ പഠിപ്പിക്കണമെന്ന്. ആയിക്കോട്ട് മതി, അതിൻ്റെ കുഴപ്പം. പിള്ളേരെ അത് പഠിച്ചിട്ട് മതി, അവരിവിടെ ഇരുന്നോളും നിങ്ങളുടെ അടിമയായിട്ട്. മതിയല്ലോ, നല്ല കാര്യം. ഇതൊക്കെ നമ്മൾ നടക്കുന്നത്. ഞാനൊന്നും ഒരുത്തരെക്കുറിച്ചും പറയുന്നില്ല മക്കളെ. നമ്മുടെ നാടെന്ന് തന്നെയല്ല, ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് നന്നായി വന്നില്ല എങ്കിൽ നാട്ടിൽ തന്നെ എത്രയോ കുഞ്ഞുങ്ങൾ നന്നാകാതെ വരും. ഓരോ കുടുംബം നോക്കി വരുമ്പോൾ അവരുടെ ഗതി എന്തുവാ? നമ്മൾ കേരളത്തിൽ കണ്ടതാ. PSC ടെസ്റ്റ് പാസ്സായിട്ട് മുട്ടുമേലറിഞ്ഞ് അവരുടെ അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് കൊടുത്തോ? ഇല്ല. എന്നിട്ട് ഇതൊക്കെയാ
ഇപ്പം കേരളത്തിൽ എന്താണ് ഇന്ത്യയിൽ തന്നെ രാജഭരണമാണ്, ഏകാധിപതി. അതിന് സപ്പോർട്ടാറുണ്ട് എത്ര നാൾ. മകളെ ഞാൻ പറയാം, ഒരു രാജാവിനോട് തൻ്റെ അടുത്ത ഭൃത്യം പറഞ്ഞു, രാജാവേ, എന്തിന് ഇത്രയും വലിയ പട്ടാളത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നു? ഒരു പട്ടി വന്ന് കുറച്ചാൽ ഈ പട്ടാളം എല്ലാം ഓടിപ്പോവും. പിന്നെ അപ്പം രാജാവ് തോന്നി നമുക്ക് അത്ര പട്ടികളെ വളർത്തിയാൽ മതി. അപ്പം രാജാവ് തോന്നി നല്ല കാര്യം. അപ്പം കേരളത്തിൽ അടുത്തടുത്ത സ്ഥലത്തെല്ലാം രാജാക്കന്മാരല്ലയോ. അപ്പോൾ അടുത്ത സ്ഥലത്തെ രാജാവ് കേട്ടു ഇവനിങ്ങനെ പട്ടിയെ വളർത്തുക, മിലിറ്ററിയെ ഉപയോഗിച്ച്, പോലീസുകാരെ മിലിറ്ററിയെ ഉപയോഗിച്ച് അവരിങ്ങോട്ട് വന്നിച്ച് 2 പടക്കം പൊട്ടിച്ചപ്പം പട്ടികളെല്ലാം ഓടിപ്പോയി. ഇവനെ അന്വേഷിച്ചെന്നുള്ള ചെവരക്കാരൻ, അതായത് രാജാവിൻ്റെ ചെവരക്കാരൻ എന്നും രാവിലെ ചെന്ന് ക്ഷവരം ചെയ്യും. അപ്പം ഇവൻ ഗേറ്റിൽ കൂടി പോകുമ്പം ഗേറ്റിരിക്കുന്ന സെക്യൂരിറ്റി ഒന്നും ഇവനെ ഗവനിക്കാറില്ല. ഇതൊക്കെ ഇവൻ്റെ മനസ്സിൽ വലിയ പ്രയാസം ഉണ്ടാക്കി. അവനും എന്നെ മാനിക്കുന്നില്ല. ഒടിയില്ല. ഒരു ദിവസം ചെന്നപ്പോൾ രാജാവ് ഉറക്കുക. ഉടനെ തന്നെ അവിടെ നിന്ന് അവൻ രാജാവിനെ ഉണർത്താതെ ഷേവ് ചെയ്ത് പോടും. ഈ രാജാവ് ഉണർന്നു നോക്കിയപ്പോൾ ഷേവ് ചെയ്തിരിക്കുന്നു. ഉടനെ അവനെ വിളിച്ചു പറഞ്ഞു, രാജാവിനെ ഉണർത്തണ്ട, അത് തന്നെ എനിക്ക് സാധിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഇരുന്ന നല്ല സാഹചര്യത്തിലാണ് ഇവൻ ഈ ഉപദേശം കൊടുത്തത്. അപ്പോഴാണ് അയലോക്കത്ത് അടുത്ത രാജ്യത്ത് രാജാവിന് കേട്ട ഇവിടെ വന്ന് 2 പൊട്ടിച്ച് പട്ടിയുടെ ഓടിപ്പോയി. ഈ ചെവരക്കാരനെയും രാജാവിനെയും പിടിച്ച് കൊണ്ടുപോയി തടങ്കലിലാക്കി. അപ്പോൾ അവർ 2 പേരും തടങ്കലിൽ കിടക്കുക. അപ്പോൾ ഇവരെ കൊണ്ട് ദോഷം ചെയ്യുന്നല്ലോ. രാജാവ് നോക്കിയപ്പോൾ ഇവരെ വിട്ടേക്കാം. നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാതെ ഒതുങ്ങി നിൽക്കാമെങ്കിൽ നിങ്ങളെ വിട്ടേക്കാം. ഉടനെ ഈ അകത്ത് കിടക്കുന്ന രാജാവ് പറഞ്ഞു, ശരി, ഞാനൊന്നിനും പോകത്തില്ല, ഓക്കെ, നിങ്ങളെ വിട്ടേക്കാം. ഈ ഓർഡറുമായി വന്ന ആൾ പോയി കഴിഞ്ഞപ്പോൾ രാജാവ് ചോദിച്ചടാ, നമ്മൾ നാട്ടിൽ പോയാൽ എങ്ങനെ ജീവിക്കും? ഉടനെ അദ്ദേഹം തൻ്റെ മടി അഴിച്ച് പറഞ്ഞു, ഒരെണ്ണം എൻ്റെ ഇതിൻ്റെ സ്പെയറുണ്ട്, എന്തോ ചെവരക്കത്തി, നമുക്ക് 2 പേർക്കും പോയി ചിരയ്ക്കാവുന്ന. ഇതാണ് ഇന്ന് ലോകത്ത് എന്നാൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല മക്കളെ.